ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മാവനായ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനെന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. എന്നാൽ കൃത്യം നടത്തിയത് എന്തെന്നതിൽ വ്യക്തത ഹരികുമാർ നൽകിയിട്ടില്ല. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം കസ്റ്റഡിയിലെടുത്ത കുഞ്ഞിന്റെ അമ്മയായ ശ്രീതുവിനെ ചോദ്യം ചെയ്യലിനു ശേഷം പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, ഇനി അറിയേണ്ടത് ഈ ഒരു കൊലപാതകം എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മറ്റ് ദുരൂഹതകൾക്കുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ ശാസ്ത്രീയമായ ഒരു പരിശോധനകളും കൂടി ഉണ്ടാകില്ലേ വരും ദിവസങ്ങളിൽ? തീർച്ചയായും വിഷ്ണു, ശാസ്ത്രീയമായ പരിശോധനകൾ ഉൾപ്പെടെ ഉണ്ടാകും. ഞാനിപ്പോഴുള്ളത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇതിനകത്താണ് കുഞ്ഞിന്റെ ദേവേന്ദുവിന്റെ അമ്മാവനായിട്ടുള്ള ഹരികുമാർ ഇപ്പോൾ ഉള്ളത്. ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടേക്ക് തന്നെ തിരികെ എത്തിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മ ശ്രീതുവിനെ ഇവിടെ നിന്നും പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റാരും വരാത്തൊരു സാഹചര്യത്തിലാണ് ഇവരെ മാറ്റിയത്. ഇവരിപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ശ്രീതുവിനെതിരായി പോലീസിന് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. രാവിലെ മുതൽ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് അമ്മ ശ്രീതുവിനെ, അച്ഛൻ ശ്രീജിത്തിനെ, അമ്മാവൻ ഹരികുമാറിനെ, ഒപ്പം അമ്മുമ്മ ശ്രീകല, ഇവർ ഇത്രയും പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ഒരുമിച്ച് ചോദ്യം ചെയ്തു. ഓരോരുത്തരെയും പ്രത്യേകം ഇരുത്തി ചോദ്യം ചെയ്തു. അതിൽ ഉച്ചയോടുകൂടിയാണ് അമ്മാവൻ ഹരികുമാർ താനാണ് ഇത്തരത്തിൽ കൃത്യം നടത്തിയത് എന്നുള്ള മൊഴി പോലീസിന് നൽകിയത്. ചില സംശയങ്ങൾ നിലനിന്നിരുന്നു. കാരണം ഇയാൾ പറഞ്ഞ കാര്യം തന്നെ മാറ്റി തിരിച്ചൊക്കെ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഹരികുമാർ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പിന്നീടാണ് ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. ഇതിന് കാരണമായി പറയുന്നത് സഹോദരിയായ ശ്രീതുവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. പലതരത്തിലുള്ളൊരു ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം, 2 വയസ്സുകാരിയുടെ മൃതദേഹം ബന്ധുവീട്ടിലേക്ക് എത്തിച്ചു. ആ കാഴ്ച വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. നാട്ടുകാരൊക്കെ തന്നെ ദുഃഖം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയായിരുന്നു നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. 2 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായമുണ്ടായിരുന്നത്. അമ്മാവന്റെ ക്രൂരതയിലാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. അവളുടെ സംസ്കാര ചടങ്ങുകൾ ബന്ധുവിന്റെ വീട്ടുവളപ്പിലാണ് നടന്നത്. അവിടേക്ക് ഈ ബന്ധുക്കളെ എത്തിക്കില്ല എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അച്ഛൻ നിരപരാധിയാണ് എന്ന് കണ്ടതിനെ തുടർന്ന് അച്ഛനെയും ഒപ്പം തന്നെ അമ്മുമ്മയും ബന്ധുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അവരെത്തി കുഞ്ഞിനെ കണ്ടതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഹൈന്ദവാചാര പ്രകാരമുള്ള മറ്റു ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം 2 വയസ്സ് മാത്രമുള്ളത് കൊണ്ട് കുഞ്ഞിനെ കുഴിയെടുത്ത് അതിൽ അടക്കം ചെയ്യുകയായിരുന്നു. അതിനുശേഷം അച്ഛൻ തിരികെ വീട്ടിലേക്ക് പോയി. മറ്റ് കുടുംബക്കാരൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പലതരത്തിൽ നാട്ടുകാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹരികുമാറിന് ചില മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്നും അത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പല ദുരൂഹതകളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുങ്ങി മരണമാണ് എന്നുള്ളതാണ്. കുഞ്ഞിനെ ജീവനോടുകൂടി കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. വെള്ളം കുടിച്ചാണ് കുഞ്ഞ് മരിച്ചത്. ശരീരത്തിൽ മറ്റ് മുറിപ്പാടുകളൊന്നും തന്നെയില്ല. കയ്യിൽ 2 പാടുകളാണ് ഈ കുഞ്ഞിന് ഉള്ളത്. ഇതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും കുറ്റം സമ്മതിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. അമ്മ ശ്രീതുവിനെ ഇപ്പോൾ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഹരികുമാറിനെ നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അത് ഉച്ചയ്ക്ക് മുൻപായി ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. ശരി, രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ട് നൽകുന്നത്.